കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും വന്ദനം അറിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞ് ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് അവരോട് പറഞ്ഞു. ഈ സംഭവ കഥ നമുക്കറിയാം. കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് നടന്ന സംഭവമാണ്. യേശുവും ശിഷ്യന്മാർക്കും ഈ വിവാഹ വീട്ടിലേക്ക് ക്ഷണനമുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ മറിയയുടെ അടുത്ത ബന്ധുവിൻ്റെ ഭവനമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. വിവാഹം എന്നുള്ളത് ഒരു സാമൂഹിക പങ്കാളിത്തമാണ്. ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ബന്ധുമിത്രാദികളും അയൽവാസികളും ഒരുമിച്ച് കൂടി ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സന്ദർഭമാണ്. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം ബന്ധുമിത്രാദികളെ കണ്ട് സന്തോഷിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഏറ്റവും മഹത്തമായ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭമാണ് ഈ വിവാഹ വേദി എന്നുള്ളത്. വിവാഹ വീട് ഒരു സന്തോഷമുള്ള വീടാണ്. ഇവിടെ കടന്നു വന്നവരെല്ലാം വളരെ സന്തോഷമുള്ളവരാണ്. നല്ല വസ്ത്രം ഒക്കെ ധരിച്ച് നല്ല സന്തോഷമുള്ളതായി നല്ല രീതിയിൽ ഒരുങ്ങി വൃത്തിയായിട്ട് ആ വിവാഹത്തിന് പോകുവാൻ വളരെ സന്തോഷത്തോടെ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിവാഹ ശുശ്രൂഷയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കടന്നപ്പോൾ അവരുടെ ആഹാരം കഴിക്കുന്ന ആ സമയത്ത് അവരുടെ യഹൂദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആഹാര രീതിയിൽ ഒന്നാണല്ലോ വീഞ്ഞ്. പെട്ടെന്ന് വീഞ്ഞ് ഷോർട്ടായി, പെട്ടെന്ന് വീഞ്ഞ് തീർന്നുപോയി. ആ വിവാഹ വേദിയിൽ കലവറയിൽ ഒരു നടത്തിപ്പുകാരനുണ്ട്, ഒരു കൺട്രോളുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അദ്ദേഹമാണ് എത്ര ആൾക്കാരെ വിളിച്ചതനുസരിച്ച് എത്ര പേര് വരും, അവർക്ക് വേണ്ട ആവശ്യമാകുന്ന സാധനങ്ങളൊക്കെ കണക്ക് കൂട്ടി എല്ലാം മേടിക്കുന്നത്. അതിന് വിരുന്നുവാഴി നോക്കിക്കേ, അപ്രതീക്ഷിതമായ സമയത്ത് അവരുടെ കണക്കൂട്ടുകളെല്ലാം തെറ്റി, അവരുടെ പ്ലാനുകളെല്ലാം തെറ്റി. പെട്ടെന്ന് നോക്കണമേ, സ്തോത്രം, വീഞ്ഞ് തീർന്നുപോയി. പ്രതീക്ഷിക്കാത്ത സമയത്തൊരു വലിയ സംഭവം നടക്കുകയാണ്. അവരെല്ലാം വളരെ സന്തോഷമാണ്. എല്ലാവരും സന്തോഷമായിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഇങ്ങനൊരു സംഭവം കടന്നു വരുന്നത്. നോക്കണമേ, ഈ പെട്ടെന്ന് ആ കുടുംബത്തിൽ നടക്കുന്ന സംഭവത്തിൽ അവരെല്ലാം പരവശരായി, അവരെല്ലാം വളരെ ഭാരമുള്ളവരായി. എന്ത് ചെയ്യും? ഈ വീഞ്ഞ് ഷോർട്ടാകുമ്പോൾ ഇവർക്ക് കൊടുക്കുവാനുള്ള വീഞ്ഞ് എവിടെ നിന്ന് ലഭിക്കും? ഒരു കടയിൽ പോയോ മറ്റിടത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരാനുള്ള സമയമില്ല. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിഷയം. തയല് ഉയർത്തി നാട്ടുകാരുടെയും അതിഥികളുടെയും മധ്യ നിൽക്കുവാൻ മേലാത്ത ഒരു സാഹചര്യം. പല ചോദ്യങ്ങളും പല കമന്റുകളും പരിഹാസങ്ങളൊക്കെ കടന്നു വരാവുന്ന സാഹചര്യം. ഒരുപക്ഷെ ഇതൊക്കെ അവരൊക്കെ ആ നാട്ടുകാരും വന്നവരും ഒക്കെ പരിഭ്രാന്തരായി പല കമന്റ്സ് പറഞ്ഞു കാണും, പരിഹസിച്ച് കാണും. ഇങ്ങനെയൊക്കെ വരും. ആ കുടുംബത്തെ സംബന്ധിച്ച് വളരെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരവസ്ഥയാണ്. ദൈവമക്കളെ, ഇതുപോലൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരത്തില്ലയോ വിഷയങ്ങൾ? പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ പ്രതീക്ഷകളെല്ലാം മറികടന്നുകൊണ്ട്, നമ്മുടെ കണക്കൂട്ടുകളെ മറന്നുകൊണ്ട്, നമ്മുടെ ഓരോ വിഷയത്തെയും മറന്നുകൊണ്ട് ഒരുപക്ഷെ ഇതുപോലുള്ള വിഷയങ്ങൾ പലതും കടന്നു വരാം. നമ്മുടെ കണക്കൂട്ടുകളൊക്കെ തെറ്റുന്ന സമയം വരും. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ,
ഈ സന്ദർഭത്തിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കൈവിട്ടുപോയ വിഷയങ്ങൾ, നാണം കെടേണ്ട വിഷയങ്ങൾ, മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുവാൻ മേലാത്ത സാഹചര്യം. നോക്കണമേ, ഈ സന്ദർഭത്തിൽ സ്തോത്രം, മറിയ ചെന്ന് യേശുവിനോട് ഈ വിഷയം പറയുകയാണ്. അന്ന് അവിടെ കഴിവുള്ളവരുണ്ട്, അവിടെ ശ്രേഷ്ഠന്മാരുണ്ട്. സ്തോത്രം, ആർക്കും ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ. എല്ലാം ഞൊടി നേരത്തിനുള്ളിൽ സകലതും തകിടം മറിയുന്ന അവസ്ഥ. ഇതിന് പെട്ടെന്ന് ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ. ഇതിന് ഇവർക്ക് ആവശ്യമാകുന്ന വീഞ്ഞു കളക്ട് ചെയ്തുകൊണ്ട് വരുവാൻ, കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുവാൻ, ശേഖരിച്ചുകൊണ്ടുവരാനുള്ള ടൈമില്ല. നോക്കണമേ, സാധനം അപ്പോൾ തന്നെ അവിടെ കിട്ടിയേ പറ്റുള്ളൂ. എന്നാൽ നിങ്ങൾ നോക്കിക്കേ, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അവിടെ ചെന്നത് ഒരു അതിഥിയായിട്ടാണ്. യേശുവിന് അവിടെ പ്രത്യേക റോളൊന്നുമില്ല. യേശു ഒരു അതിഥിയാണ്. അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് അവരൊരു സന്തോഷമായിട്ട് അവർക്ക് ഗ്രീറ്റ് ചെയ്തിട്ട് മടങ്ങിപ്പോവുക എന്നുള്ളത് മാത്രമേ യേശുവിനുള്ളൂ. എന്നാൽ നോക്കണമേ, സ്തോത്രം, യേശുവിൻ്റെ അടുത്ത് ഈ വിഷയം വന്നു. യേശുവിൻ്റെ അടുത്ത് ഈ വിഷയം വന്നു. യേശു എന്താ ചെയ്തത്? നോക്കണമേ, ഇവരെല്ലാം പ്രതീക്ഷകൾക്കും ഇവരുടെ കണക്കൂട്ടുകൾക്കും അപ്പുറത്തായി ഒരു ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത് കണ്ടു. യേശു ചെയ്തത്, വെളിയിൽ കൽപാത്രങ്ങളുണ്ട്. അത് കാലിൽ കഴുകാൻ വെള്ളം നിറച്ചിരിക്കുന്ന കൽപാത്രമാണ്. ആ കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ ബാല്യക്കാരോട് പറഞ്ഞു. അതിനുശേഷം ഇത് യേശു അത് വീഞ്ഞാക്കി അത് ആ ഭവനത്തിലേക്ക് വിരുന്നുവാഴിയുടെ കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. വിരുന്നുവാഴി അത് രുചിച്ചപ്പോഴാണ് ആ നല്ല വീഞ്ഞിനെ കുറിച്ച്, ഇതൊക്കെ ഇത് ഇവിടെ വെച്ചിരുന്നു, ഇത്ര നല്ല വീഞ്ഞ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൂതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്, യേശു ഇവിടെ അതിഥിയായിട്ടാണ് വന്നത്. യേശുവിനവിടെ സ്ഥാനമില്ല. അവിടെ കൺട്രോൾ ചെയ്യുന്ന പലരുമുണ്ട്. എന്നാൽ അവരുടെ എല്ലാം കയ്യിൽ നിന്ന് വിഷയങ്ങൾ മാറിപ്പോയി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന്. മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്ന, മനുഷ്യൻ്റെ കാൽക്കുലേഷനും കണക്കൂട്ടുകളും അവൻ്റെ കൺട്രോളും അവൻ്റെ എല്ലാ കഴിവുകളും, അതിനൊക്കെ ഒരു പരിമിതിയുള്ളൂ. എന്നാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഇവിടെ നോക്കിക്കേ, ഈ ഭവനത്തിൻ്റെ കൺട്രോള് അവരുടെ കയ്യിൽ നിന്നെല്ലാം പോയി. നോക്കണമേ, ഇപ്പോൾ യേശുവിൻ്റെ അടുക്ക് വിഷയം വന്നപ്പോൾ യേശു അത് മിനിറ്റിനുള്ളിൽ അവർക്കൊരഭിമാനം വരാത്ത രീതിയിൽ അത് പരിഹരിച്ചു. തല താക്കേണ്ടിടത്ത്, തല കുനിക്കേണ്ടിടത്ത്, അനേകർ പരിഹസിക്കേണ്ടിടത്ത്, അനേകർ നിന്ദിക്കേണ്ടിടത്ത്, ആ സമൂഹത്തിന് മുമ്പിൽ തല ഉയർത്തി നയിക്കാൻ മേലാത്ത വിഷയം കടന്നു വന്നപ്പോൾ നോക്കിക്കേ, അത് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇന്ന് രാവിലെ സമയം വാത്സല്യ പ്രിയപ്പെട്ടവരെ, മെസ്സേജ് അയക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിന്മേൽ, നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ മേലാത്ത വിഷയത്തിന്മേൽ, നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ വിഷയത്തിന്മേൽ, മറ്റുള്ളവർ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ മേലാത്ത വിഷയത്തിന്മേൽ, മറ്റുള്ള ചോദ്യത്തിന് മുമ്പിൽ നിൽക്കുവാൻ മേലാത്ത വിഷയത്തിന്മേൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും വിഷയമായിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. സ്തോത്രം. നമ്മളെ കൊണ്ട് നടക്കാൻ കഴിയാത്തത്, നമ്മെ കൊണ്ട് വഹിക്കാൻ കഴിയാത്തത്, സ്തോത്രം, നമുക്ക് അസാധ്യമായത് സകലതും സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നോക്കണമേ, ഇവിടെ വിരുന്നുവാഴി ചോദിക്കുക, ഇത്ര നല്ല വീഞ്ഞ് എവിടെയാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശു നമുക്ക് ഉത്തരം തന്നാൽ, യേശു നമ്മെ സഹായിച്ചാൽ, യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് വിടുതൽ ലഭിച്ചാൽ അത് ഏറ്റവും നല്ലതാ. യേശു തരുന്നതെല്ലാം നല്ലതാ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണമാക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ദൈവം നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്യത്തില്ല. നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്യത്തില്ല.
ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ്, സകലതും നന്മയ്ക്കാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങളുടെ മേൽ, ഇതുവരെ ഉത്തരം കിട്ടാത്ത ചില വിഷയത്തിന്മേൽ, എന്തുകൊണ്ടെന്ന് ചോദിക്കുന്ന വിഷയത്തിന്മേൽ, തല ഉയർത്തി നിൽക്കുവാൻ മേലാത്ത വിഷയത്തിന്മേൽ, ഭാരപ്പെടുത്തുന്ന ചില വിഷയത്തിന്മേൽ വ്യാകുലപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ, വഴികൾ അടഞ്ഞപ്പെട്ടതിന് മധ്യേ വ്യാകുലപ്പെട്ട്, വിചാരപ്പെട്ട്, നിരാശയോടെ ഈ വിഷയങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, എന്തുകൊണ്ട് ചോദിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവം തരുന്നതും ഏറ്റവും നല്ലതായിരിക്കും. സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ നോക്കെ, നീ കുടുംബമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ, കുടുംബമായി കരയുന്ന വിഷയത്തിന്മേൽ ഇന്ന് രാവിലെ സമയം പറയട്ടെ, എൻ്റെ ദൈവം തരുന്നത് ഏറ്റവും ശ്രേഷ്ഠവും നല്ലതുമാണ്. യഹോവ നല്ലവനെന്ന ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നോക്കിക്കേ, ആ പരിപാന്ത്രം നിറഞ്ഞ ആ വീഞ്ഞ് ഷോർട്ടായ സമയത്ത്, എല്ലാം തകിടം മറിഞ്ഞ സമയത്ത് നോക്കണമേ, മിനിറ്റിനുള്ളിൽ അവരുടെ അഭിമാനം കാക്കത്തക്ക രീതിയിൽ, ആ കുടുംബം തല ഉയർത്തി നിൽക്കുന്ന രീതിയിൽ, ആ ഗ്രാമത്തിൽ അവർ മാന്യത സൂക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ചെയ്തത് ഏറ്റവും നല്ലതായിട്ടാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം വ്യാകുലപ്പെട്ട് ഭാരപ്പെടുന്ന ദൈവമേ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുഞ്ഞിന് വേണ്ടി, നിന്റെ ജോലിക്ക് വേണ്ടി, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി സ്തോത്രം. എൻ്റെ ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ്. നമ്മുടെ യേശു നല്ലവനാണ്. അവൻ നന്മയല്ലാതൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.